വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ നമ്മുടെ കീം 2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഓപ്ഷൻ കൺഫർമേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഹയർ ഓപ്ഷൻസ് മാത്രമാണ് നമുക്ക് റീഅറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നത്. പുതിയ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ രണ്ട് പുതിയതായി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സുകളിലേക്ക് നമുക്ക് ഓപ്ഷൻസ്, ഫ്രഷ് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ട് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജസ്. അപ്പൊ ആ കോളേജുകളും അതിന്റെ കോഡും അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളും ഫീസുമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഒന്ന് CIM, ഒരു മെന്റർ അക്കാഡമി, പിന്നെ ഒരു JIT കോഡ് വരുന്ന ഒരു കോളേജും വരുന്നുണ്ട്. അപ്പൊ അവിടെ ഏതൊക്കെ കോഴ്സുകളാണുള്ളതെന്നും അതിൽ എത്ര സീറ്റ് വീതം ഉണ്ടെന്നുള്ളതുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലത്തെ അവിടുത്തെ ഫീസ് 50% ഗവൺമെന്റ് സീറ്റിലേക്കാണ് ഇവിടെ നമുക്ക് ഈ കീം വഴി അവർ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ ഈ രണ്ട് കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ മാത്രമാണ് നമുക്ക് ഫ്രഷ് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നേരത്തെ ഫസ്റ്റ് ബേസ് അലോട്ട്മെന്റിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ നമുക്ക് എവിടെ കിട്ടിയോ അതിന് മുകളിലോട്ടുള്ള ഓപ്ഷൻസ് മാത്രമാണ് ഡിലീറ്റ് ചെയ്യാനോ റീഅറേഞ്ച് ചെയ്യാനോ സാധിക്കുന്നത്. കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് ബേസ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ബേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയത് ഓൾറെഡി നിങ്ങൾ ഫീ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജും കോഴ്സും നിങ്ങൾക്ക് ഷുവർ ആണ്. അതിന്റെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതല്ല സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാം. അത് മാത്രം നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രഷ് ആയിട്ട് ഈ പറഞ്ഞ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കാം. ഇനി നിങ്ങൾ സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് പുതിയ കോഴ്സോ കോളേജോ കിട്ടിയാൽ നിർബന്ധമായിട്ടും അവിടെ പോയി ജോയിൻ ചെയ്യണം. ഇനി നിങ്ങൾ ഒരു കൺഫർമേഷൻ കൊടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ എന്തുണ്ടോ ആ കോഴ്സ് ആൻഡ് കോളേജ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ അതാണ് ഈ ഒരു സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം. താങ്ക് യു.